ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിതാ കുരങ്ങച്ചത്തെ കൊറോണ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട, ഞാൻ കുറേ നാളുകൾക്ക് മുന്നേ ഓർഡർ ചെയ്തൊരു സാധനം ഇന്ന് വരുന്നുണ്ട്. ആ വരുന്നത് ആംബുലൻസ് ആണെന്ന് ആരും തെറ്റിയിരിക്കണ്ട, ഇതിനകത്താണ് നമ്മളെ കക്ഷി. അപ്പോൾ ആ കക്ഷിയെ നമുക്ക് തന്നിട്ട് വണ്ടി അങ്ങ് പോയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ സാധനം. അപ്പം നമുക്കിത് അറഞ്ചം പുറഞ്ചം മുറിക്കാം. ഇതിലെന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവല്. ഇത്ര വലിയ സഞ്ചി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഒരുപാട് സാധനങ്ങൾ ഒന്നിച്ചങ്ങ് ഓർഡർ ചെയ്തതാണെന്ന്. ഒന്നുമല്ല ഗൈസ്, അത്രയും സാധനങ്ങൾ വാങ്ങിക്കാൻ ഞാൻ അംബാനിയുടെ മോളൊന്നുമല്ലല്ലോ. ഇനി ഞാനിത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? സാധനം പുറത്തെടുത്തപ്പോഴേ എൻ്റെ കിളി പോയി ഗൈസ്. ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു സാധനമേ അല്ല ഇത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ കുറച്ച് തലയണ ഓർഡർ ചെയ്തിട്ടാണ്. 4 പീസ് തലയണയാണ് കേട്ടോ. അപ്പം 329 രൂപക്കാണ് 4 പീസ് തലയണ ഓർഡർ ചെയ്തിട്ടുള്ളത്. പക്ഷേ സാധനം കയ്യിൽ കിട്ടി ഞാൻ നോക്കുമ്പോൾ ഇതെന്തോ ഒരു സഞ്ചിയിൽ കുറച്ച് തുണി നിറച്ച് തന്നണക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിലും നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ് ഞാനിവിടെ അടുക്കളയിൽ കൈക്കല തുണിയായിട്ട് ഉപയോഗിക്കുന്നത് ഗൈസ്. അത്രക്ക് മോശം. എന്തുതന്നെയായാലും ഇത് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. കിടക്കാനും നല്ല സുഖമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും എനിക്ക് ഇതിൻ്റെ അകത്ത് ഇവരെന്താ നിറച്ചെന്നുള്ളത് അറിയാണ്ട് എനിക്ക് ഇന്ന് സമാധാനമില്ല. ഏതെങ്കിലും ഒന്ന് പൊട്ടിച്ച് ഞാൻ എന്തായാലും ഇതൊന്ന് നോക്കും. എന്ത് സാധനം കിട്ടിയാലും തുറന്നു നോക്കാനുള്ള തുറ പണ്ടേ ഉള്ളത് കൊണ്ട് ഞാൻ ഒട്ടും പഠിച്ചില്ല. ഞാനിത് തുന്നി മൊത്തം ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇതിനകത്ത് ഇവരെന്താ നിറച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടെടുത്തതാണ് ഗായ്സ്. ഇതെന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഏതോ തുണി ഫാക്ടറിയിലെ വേസ്റ്റ് തുണികളായിട്ടാണ് എനിക്കിതിനെ തോന്നിയിട്ടുള്ളത്. എന്തായാലും പെട്ടു ഗൈസ്. ഇതിനു മുന്നേ പല പണികൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടും മീഷോയും കാണുമ്പം അറിയാതെ ഓർഡർ ചെയ്തു പോകും. ഏതായാലും ഫ്ലിപ്കാർട്ട് നല്ലൊരു പണിയാണ് തന്നത്. ഇനി ഇത് മൊത്തം ഞാൻ ഇരുന്ന് തുന്നി വൃത്തിയാക്കിയിട്ട് വേണം ഒരു കവറൊക്കെ ഇട്ട് ഇത് കിടക്കാനെടുക്കാൻ. അപ്പോൾ ബൈ.